ദാ വിനീതേ, ആ ഇന്നലെ ഞാൻ ഈ വഴി വരുമ്പോ ഒരു പട്ടി കുറുകെ ചാടി കഷ്ടിച്ച രക്ഷപ്പെട്ടു. എന്നിട്ട് എന്നിട്ടെന്താ, പട്ടിയുടെ പാട്ടിനോയി. അത് വേറൊന്നുമല്ല, പട്ടികൾക്കൊക്കെ റോയിച്ചിനെ കാണുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാവും, അതാ ചാടി വീഴുന്നത്. ആ അതെ, ചില പട്ടികള് സ്നേഹം കൂടിയിട്ട് എന്റെ വണ്ടിയുടെ പുറകിൽ വരെ യാത്രയാണ്. വേണ്ടായിരുന്നു. റോയിച്ച ഭയങ്കര തമാശ മൂഡിലാണല്ലേ. മതിയട ഊതിയത്. നിന്നോടൊക്കെ അതനുസരിച്ചുള്ള കോമഡി അടിക്കാൻ പറ്റുള്ളൂ. ഇന്നെന്തായാലും റോയിച്ചൻ പേടിക്കണ്ട, ഇന്നൊരു പട്ടി റോയിച്ചന്റെ കുറുകെ ചാടില്ല. കാരണം ഞാൻ ഭയങ്കര ഐശ്വര്യമുള്ളവനെ. പറഞ്ഞു തീർന്നില്ല, പണി വന്നു. എന്താ ഐശ്വര്യം? താങ്ക് യു. എന്താ റോയിച്ച? ഒന്നുമില്ല, നീ അങ്ങോട്ട് ഇറങ്ങിയ. ഹലോ റോയ്, ഇത് ഞാനാ, ഫെബി. മനസ്സിലായി. അടുത്ത മാസം 10-ാം തീയതി എൻ്റെ കല്യാണമാണ്. ഓൾ ദി ബെസ്റ്റ്. റോയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ? നിനക്കൊരു ജീവിതം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. താങ്ക്സ് റോയ്, താങ്ക് യു വെരി മച്ച്. അപ്പോൾ കല്യാണം കഴിഞ്ഞ എബിയുടെ കാര്യം അങ്ങനെ, അവൻ്റെ ഫ്യൂച്ചർ? അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്കൂടെ അറിയേണ്ട ബാധ്യത ഉണ്ടല്ലോ. അവനെ നിന്റെ കൂടെ വീട്ടിൽ പിന്നെ അവൻ്റെ ഒരു കാര്യം ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്കൊരു മകനുണ്ടെന്ന് പോലും എൻ്റെ കൂടെ താമസിക്കുന്നവരെ മറന്നുപോയി. പക്ഷേ അവൻ്റെ ഭാവി കുളമാവാൻ നോക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ. ഞാൻ തർക്കത്തിനില്ല റോയ്, എല്ലാം പറയാം. എൻ്റെ കൂടെ പഠിച്ച നവീൻ അറിയില്ലേ റോയ്ച്ചന്? നവീനുമായാണ് എൻ്റെ കല്യാണം. നവീനും എബിയും ഇപ്പം നല്ല ഫ്രണ്ട്സാ. കല്യാണം കഴിഞ്ഞാലും എബി ഞങ്ങളുടെ കൂടെ നിർത്താൻ എന്നെക്കാളും താല്പര്യം നവീനാ. എബി എന്ത് പറയുന്നു? അവൻ ഭയങ്കര ഹാപ്പിയാ. എന്തായാലും എബിക്ക് പ്രശ്നമൊന്നും വരാൻ പാടില്ല, അത്ര എനിക്ക് വേണ്ടു. അത് ഞാൻ ഉറപ്പ് തരുന്നു റോയ്. എന്നാ ഓക്കെ. അപ്പോ കല്യാണത്തിനുണ്ടാവില്ലേ? ആ, ഡേറ്റ് എപ്പോഴാന്ന് പറഞ്ഞേ? അടുത്ത മാസം 10-ന്. ആ ഓക്കെ, ഞാൻ എത്താൻ നോക്കാം. ബൈ. ഓക്കെ റോയ്, ബൈ. റോയിച്ച എന്തോ കോളത്തല്ലോ, അല്ല കല്യാണം എന്നൊക്കെ പറഞ്ഞ കേട്ടു. അതേടാ, കോള് തന്നെ, എൻ്റെ ഭാര്യയുടെ കല്യാണം. ആ, നീ അറിയാത്ത അങ്ങനത്തെ കുറെ കഥകളുണ്ട് ഈ റോയിച്ചൻ്റെ ജീവിതത്തിൽ. അല്ല, ടോണിയും പാറും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം എന്തുണ്ടായി? ഞങ്ങൾ തമ്മിൽ ഡിവേഴ്സ് ആയിരുന്നല്ലോ. ഇപ്പോൾ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം അവളുടെ കല്യാണം ഉറപ്പിച്ചു. അത് പോട്ടെ റോയിച്ച. ഏയ്, എനിക്കങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നുമില്ല. രണ്ടുപേരും ഒരിടത്തൊത്താ പോകുന്നതിലും നല്ലതാണല്ലോ അത്. ശരിയാ. അപ്പോ റോയിച്ചനിപ്പോ ഫ്രീ ആയല്ലേ? ആ, അങ്ങനെ പറയാം. അപ്പോ ഇനിയൊരു കല്യാണമൊക്കെ ആകാം. ഏയ്, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. അപ്പോ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആ, നിന്റെ എന്റെ ചെവി പറഞ്ഞുതരാം. ഇപ്പൊ തൃപ്തിയായല്ലോ? അല്ല, ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ ഒന്നും നോക്കണ്ടല്ലോ എന്നാ. ആ, അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ആഴ്ച കോൺഫറൻസിന് പോയപ്പോ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. ഒരു ടോട്ടൽ മിസ്റ്റീരിയസ് ക്യാരക്ടർ. അങ്ങനെ ഓരോന്നായി പുറത്തു വരട്ടെ, എന്നിട്ട് ബാക്കി പറ. അത് വേണ്ട, ഇപ്പൊ പറഞ്ഞെല്ലാം കോളം. പറ റോയിച്ച. അത് പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് കോഫി ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. അല്ലെങ്കിലേ കോഫി ഷോപ്പ് തുറക്കാൻ പറ്റില്ല. കേറ്. അല്ല, കുട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞേ? തിലോത്തമ. തിലോത്തമ, നല്ല പേര്. ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ വന്ന് എനിക്ക് ഇത്രയും തിരക്ക്? എടാ, അത് പിന്നെ നാളെ എനിക്കൊരു ഓഡീഷൻ ഉണ്ട്, അതിന് പ്രിപ്പയർ ചെയ്യണം, അതാ. എന്നിട്ട് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ നീ ഇന്ന് ഫ്രീ ആണെന്നല്ലേ പറഞ്ഞത്? അതവ മറന്നു പോയതായിരിക്കോടാ. അതെ. നിനക്ക് ഒറ്റയ്ക്ക് പോയാലെന്താ? അവൻ ഇവിടെ ഇരുന്ന് നാളേക്ക് പ്രാക്ടീസ് തോട്ടെ. നീ പറയുന്ന കേട്ടാത്തോന്ന് ഞാൻ നിന്നോടാ വരാൻ പറഞ്ഞെന്ന്. ഞാൻ ഇവനോടല്ലേ ചോദിച്ചത്. എന്ന് വെച്ച് എനിക്ക് അഭിപ്രായം പറയാൻ പാടില്ലേ? അങ്ങനെ ഇപ്പൊ നീ അഭിപ്രായം പറയണ്ട. ടോണി, നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ വരാൻ പോകുന്നില്ല. പാറു പറഞ്ഞതേ നടക്കൂ. നിനക്കൊക്കെ ഞാൻ എന്തൊക്കെ ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ടാ? കൂടുതൽ അവന് പണി കിട്ടുന്ന ഹെൽപ്പല്ലേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. നീ പൊടി, അവൻ പറയട്ടെ. നീ പറയടാ, ഞാൻ നിനക്ക് പണി വാങ്ങി തന്നിട്ടുണ്ടാ? എന്നാ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. നീ എപ്പോഴെങ്കിലും സഹായം ചോദിച്ചു വരുമ്പോ ഞാൻ എടുത്തോളാം കേട്ടാ. ശരി. ഓ ഭാഗ്യം. ഞാൻ ശരിക്കും വിചാരിച്ചു ഇന്നത്തെ നമ്മള് ദിവസം പോയിന്ന്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ നമ്പർ? അത്രയ്ക്ക് പോരായിരുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നെങ്കിൽ അവൻ നിന്നെ ഡയലോഗ് അടിച്ച് വീഴ്ത്തിയേനെ. ഡയലോഗ് അടിയിൽ വീഴാൻ ആനന്ദ് പഴയ ആനന്ദല്ല. അപ്പൊ പുതിയ ആനന്ദ് സാറേ, എന്താ നമ്മളെ പരിപാടി? ശല്യമില്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് പോയി സംസാരിച്ചിരിക്കാം. ഓക്കെ, പക്ഷെ ടോണി എത്താത്ത സ്ഥലമായിരിക്കണം.
അവനെങ്ങാനും ഞങ്ങളെ കണ്ടാണ്ടല്ലോ നമ്മളെ കാര്യം തീർന്നു. അല്ല നിനക്കിന്ന് ഓഫീസില്ലേ? ഞാൻ ലീവ് എടുത്തു. ശരിക്കും? ഈശ്വര, അതൊക്കെ സത്യാണോ? പാറു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഉം. സത്യം പറയണം. ചോദിക്കേ. നിനക്ക് എപ്പോ മുതലാ എന്നെ ഇഷ്ടായി? പറയട്ടെ, ഉം. എനിക്ക് പോലും അറിയില്ലടാ. എപ്പോഴോ അത് സംഭവിച്ചു. ദൈവമേ. നീ എന്താണ് രണ്ടെണ്ണത്തിനൊരു കള്ളലക്ഷണം? ആ, രണ്ടുപേരും ഒന്നിച്ചുള്ള കളിയായിരുന്നല്ലേ? എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ? മൊബൈൽ എടുക്കാൻ മറന്നുവെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. ഇപ്പൊ നിങ്ങളെ പരിങ്ങലുണ്ടാവും മനസ്സിലായി. ഇത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. നീ കണ്ടുപിടിക്കുന്നു ഞങ്ങൾ തീരെ വിചാരിച്ചില്ല കേട്ടോ. ടോണിയോടാ നിങ്ങളുടെ കളി. ശരി. പാറു, ഈ ടോണി ശരിക്കും ഒരു മണ്ടനല്ലേ?